ചാച്ചാ. എന്തുവാ പരിപാടി രാവിലെ? എന്താ ഒരു കൂണ് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് പരീക്ഷണമാണ്. നമ്മുടെ KVKന്ന് കുറച്ച് കൂണിൻ്റെ വിത്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിങ്ങനെ ഞാനിങ്ങനെ കച്ചി എടുത്തുകൊണ്ട് വന്ന് കച്ചി ആദ്യം വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തു. അത് കഴിഞ്ഞ് തന്നെ തണുപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അതിനെ വാട്ടറൊക്കെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കൂണിൻ്റെ വിത്ത് എടുത്തുകൊണ്ട് വന്നത് അതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇതൊരു 150 ഗ്രാം വിത്ത് നമ്മളൊരു പാക്കറ്റിന് ഒരു പാക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പം 300 ഗ്രാമിൻ്റെ വിത്ത് ഹാഫ് എടുത്തു. അത് ഓൾറെഡി ഒരു ഹാഫ് എടുത്ത് ഒരു കൂടിൽ ഞാൻ പാക്ക് ചെയ്ത് ഇങ്ങനെ 4 ലെയറായിട്ട് എൻ്റെ സീഡ് ഇട്ട് വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ലെയർ അടുത്ത ഇതാണ്. ഒരു 35 മുതൽ 60 സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള ഒരു പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് പഞ്ച് ചെയ്തിരിക്കുന്ന ഹോൾസ് നമ്മുടെ പേപ്പർ പഞ്ച് ഉപയോഗിച്ച് ഹോളിട്ട് കഴിഞ്ഞു. അതിനടിയിലൊരു ചെറിയൊരു കെട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ ഇത് വരാൻ സാധിക്കും. അത് കഴിഞ്ഞ് എൻ്റെ അടിയിലോട്ട് ആദ്യം കുറച്ച് ഈ കൂണിൻ്റെ വിത്തെടുത്ത് ഇടുക, സ്പ്രെഡ് ചെയ്തിടുക. അടിയിലത്തെ ഒരു ലെയർ ചെറിയതായിട്ട് ഒരു വിത്തിൻ്റെ ഒരു ലെയർ അവിടെ കിട്ടും. അത് കഴിഞ്ഞ് നമ്മുടെ വൈക്കോല് കുതിർത്ത വൈക്കോല് എടുത്ത് റൗണ്ടായിട്ട് ഫില്ല് ചെയ്യണം. അതാണ് ഇങ്ങനെ വൈക്കോല് ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡെറ്റോൾ സൊല്യൂഷൻ ഉണ്ട്. 1:10 എന്ന റേഷ്യോയിൽ നമ്മുടെ കയ്യിൽ നിന്ന് അഴുക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി അതിനെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഡെറ്റോൾ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് കച്ചി ഇങ്ങനെ എടുത്ത് ഒരു 4-5 സെൻറ്റിമീറ്റർ കനത്തിൽ ഒരു ലെയർ ഉണ്ടാക്കി ഒരു റിങ് പോലെ ഉണ്ടാക്കി അതിനെ ചുറ്റി എടുക്കണം. അപ്പം ഇത് ഏകദേശം ഒരു 4-5 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ ഇങ്ങനെ എടുത്ത് ചുറ്റി ഇതെന്തോ ചെയ്യും? ഇത് കൂടിൻ്റെ അകത്ത് ഇടുവോ? ഇത് കൂടിൻ്റെ അകത്ത് ആദ്യത്തെ ഫസ്റ്റ് ലെയറായിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ ഇങ്ങനെ ഒരു റിങ് റോള് ഒരു റിങ് നമ്മുടെ ചുമ്മാടിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി തലയിൽ വെക്കുന്ന ആൾക്കാർ ലേബേഴ്സ് പണിയാൻ ഉപയോഗിക്കുന്ന വെയിറ്റ് ചുമക്കാൻ ഉപയോഗിക്കുന്ന ചുമ്മാടിൻ്റെ ഷേപ്പിൽ റിങ് ഉണ്ടാക്കി ഇതിൻ്റെ അകത്തോട്ട് ആദ്യത്തെ ലെയർ ഇറക്കി വെക്കുക. കെയർഫുള്ളായിട്ട് വെക്കണം. ഇതിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് നന്നായിട്ട് അമക്കി പ്രസ് ചെയ്ത് നല്ലോണം ടൈറ്റ് ചെയ്യണം അല്ലയോ? ടൈറ്റും ചെയ്യണ്ട. ഇപ്പം പ്രസ് ചെയ്ത് അതിങ്ങനെ പരമായിട്ടൊരു ഡിസ്ക് പോലെ ഇരിക്കണം. അത് കഴിഞ്ഞ് നന്നായിട്ട് അതിൻ്റെ കൂടിൻ്റെ ഷേപ്പിനുള്ളിൽ അത് ഫില്ലാകണം. അത് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് പിന്നെ മുകളിൽ നമുക്ക് കൊടുത്താലും നല്ലതാണ്. അങ്ങനെ പ്രസ് ചെയ്ത് അത് ഒരു 4-5 സെൻറ്റിമീറ്റർ കനത്തിലുള്ള ഒരു ലെയർ ബെഡ് ഉണ്ടാക്കുക. അപ്പം കൂണിൻ്റെ വിത്തിന് വളരാനൊരു